വിഭാഗത്തിലെ എവിഡൻസൊക്കെ ആക്ച്വലി കറവന്തർ ചെയ്തിരുന്നതാണ്. അതിനുശേഷം പക്ഷേ അവരെ ഈ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത സമയത്താണ് പിന്നീട് അത് ഇൻവെസ്റ്റിഗേഷൻ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലായിരിക്കുന്നതിനെ കൊണ്ടാണ് പിന്നെ രാജേഷും കൂട്ടറൊക്കെ പിന്നെ അതിലേക്ക് ഇൻവെസ്റ്റിഗേഷനിലേക്ക് വരുന്നത്. അങ്ങനെ ഈ 6-ാം തീയതി 7-ാം തീയതിയാണ് ആ കേസ് ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നത്. ഈ മാസം 6-നാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. മുമ്പ് സൂചിപ്പിച്ച പോലെ ഈ കേസിലെ ഏറ്റവും വലിയ ഹീറോ എന്ന് പറയുന്നത് നമ്മുടെ മറ്റേ സിറ്റിയിലെ മായ എന്ന് പറയുന്ന മറ്റേ കടവർ ഡോഗാണ്. അത് വയനാട് നടത്തിയ സേവനം നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഒരു പ്രഭാത് എന്ന് പറയുന്ന ഡോഗ് ഹാൻഡ്ലറാണ്. അപ്പോൾ കണ്ടതിന് ശേഷം ഞാൻ അവിടെ ചോദിച്ച സമയത്ത് അയാൾ പറഞ്ഞതൊരു 80-90% ബോഡി അവിടെ ഉണ്ട് എന്നാണ് ഡോഗിൻ്റെ ബിഹേവിയർ കാണിക്കുന്നത്. ഡോഗ് അതാണ് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ പേരിലാണ് പിന്നെ നമ്മളവിടെ നെക്സ്റ്റ് ഡേ തന്നെ എക്സ്ഹ്യൂമേഷൻ നടത്തിയത്. ശരിക്കൊരു പ്രതിയെ വെയിറ്റ് ചെയ്ത് പ്രതിയെ കൊണ്ട് ചെയ്യിപ്പിക്കലാണ് ഒന്നും കൂടി വേണ്ടത്. പക്ഷെ അവിടെ താമസിക്കുന്ന സ്ഥലം അതിനെക്കൊണ്ട് അവർ അക്കൗണ്ടബിളാണ്. ഏതായാലും ആ രീതിയിലാണ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ചെക്ക് ചെയ്ത സമയത്ത് പിന്നെ കൂടുതൽ ദിവസം ബോഡി അങ്ങനെ കടന്നു കഴിഞ്ഞാൽ പ്രതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഡീകമ്പോസിഷൻ ചാൻസ് പോയി കഴിഞ്ഞാൽ പിന്നീട് അത് സയൻറ്റിഫിക് എവിഡൻസ് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് പിന്നെ അന്ന് തന്നെ പ്രതികളുടെ സാന്നിധ്യമില്ലാതെ തന്നെ അത് എക്സ്ഹ്യൂം ചെയ്തത്. ആ എക്സ്ഹ്യൂമേഷനൊക്കെ ബാക്കി നിങ്ങൾ കണ്ടതാണ്. ഇതിൽ ബോഡി പക്ഷേ എനിക്ക് തോന്നുന്നു പൊതുവെയുള്ള ഈ തണുപ്പുള്ള കണ്ടീഷനും മറ്റുമൊക്കെ ആയിരിക്കും വലിയ ഡീകമ്പോസിഷൻ. ഒരു മാസത്തെ ഡീകമ്പോസിഷൻ ശരിക്കും ബോഡിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇഞ്ചുറി ആ ടൈപ്പ് ഇഞ്ചുറീസാണ്, സോഫ്റ്റ് ടിഷ്യൂസിലെ ഇഞ്ചുറീസ് അല്ല. ശരിക്കും ഹയർഡ് ബോണിന് ഫ്രാക്ചറുണ്ട്, മറ്റേ റിബ്സിന് ഫ്രാക്ചറുണ്ട്. അപ്പോൾ അത് നമ്മളവിടുന്ന് പ്രതികളെ കൊണ്ട് തന്നെ സംഭവം എങ്ങനെ കാണിച്ച സമയത്ത് വളരെ കൃത്യമാണ്. രണ്ട് ഭാഗത്തും ഷോൾട്ട് മുറിക്കിയതിന് ശേഷം കവിത്തി കിടത്തി ചവിട്ടി പിടിച്ചതിലാണ് ആ റിബ്സിനെ പറ്റിയിരിക്കുന്ന ഫ്രാക്ചർ പറ്റുന്നത്. റെയിൽവേഡിൻ്റെ ആ സമയത്ത് രാവിലെ നമ്മൾ കാണുമ്പോൾ ആ സമയത്ത് അത്ര കൺഫർമേഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ അത് വെച്ച് അത് മനസ്സിലായപ്പോഴാണ് ഇതിലേക്കുള്ള മയക്കുള്ള ഗുളികകളും ആദ്യം ഗോൾഡ് എടുക്കുന്ന സമയത്തും പിന്നീട് എടുക്കുന്ന സമയത്തും ഈ മർഡറിന് ശേഷമാണ് പിന്നെ കാതിലെയും മറ്റുമൊക്കെ എടുക്കുന്നത്. കാതിലും മൂക്കിലൊക്കെ എടുത്തത്. കഴുത്തിലെ പിന്നെ ഒരു റോൾഡ് ഗോൾഡ് എത്തുക. 3 പേരെയും പ്രൊഡ്യൂസ് ചെയ്തു അല്ലേ? ഇപ്പോൾ മെഡിക്കൽ പ്രൊഡ്യൂസ് ചെയ്തു. ഇതാണ് സംഭവം. രണ്ടുമില്ല. സ്വർണം മുമ്പ് ശരിക്കും ട്രിഗർ ചെയ്ത ഫാക്ടർ എന്ന് പറയുന്നത് അവരാദ്യം നഷ്ടപ്പെട്ടു പോയ സ്വർണത്തെക്കുറിച്ച് ആവശ്യപ്പെട്ടു. ആ സ്വർണം ചോദിച്ചവർക്ക് ബോധമായ സമയത്ത് മയക്കുകുഴി കഴിഞ്ഞ ശേഷം അതാണ് ട്രിഗർ ചെയ്ത ഫാക്ടർ. മർഡറിലേക്ക് ട്രിഗർ ചെയ്ത ഫാക്ടർ അതാണ്. അപ്പോൾ അത് അവർ കംപ്ലൈൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ ഒരു മർഡർ ചെയ്തത്. പിന്നെ ബാക്കിയുള്ള സ്വർണം അതിന് ശേഷം എടുത്തു. ട്രൂ കേസ് ഓഫ് മർഡർ ഫോർ ഗെയിൻ. ഞാൻ പറഞ്ഞ ഫോണും സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മർഡർ. കൊലപാതകത്തിന് മുമ്പ് വെച്ചാൽ പ്ലാൻഡാണ്. ആക്ച്വലി ഇത് 2 മാസം മുമ്പ് തന്നെ ഇതുപോലൊരു പ്ലാൻ നടന്നിട്ടുണ്ട്. പക്ഷെ അന്നെന്തോ വന്ന സമയത്ത് അവരിത് ചെയ്യാതെ പോയതാണ്. ഇത് ഓൾറെഡി പ്ലാൻഡാണ്. മയക്കുളി കൊടുത്തിട്ട് 5th 4-ാം തീയതി 6th മോർണിംഗ് 7th മോർണിംഗ് 6th ഈവനിങ്. ഇതുപോലെ തന്നെ അവരങ്ങോട്ട് കൊണ്ടുവന്നു അല്ലേ? കടവങ്കര വീട്ടിൽ പോയിട്ട് ഒരു ശ്രമം നോക്കിയിട്ട് അവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ അത് നടക്കാത്തത് കൊണ്ടാണ് പിന്നെ അവർ ഒന്നും കൂടി സൗകര്യമായ സ്ഥലം ഇവിടേക്ക് അവർ ഷിഫ്റ്റ് ചെയ്തത്. അല്ല, റെയ്നോൾഡ്. അത് അതിനുശേഷം എപ്പോൾ സൗകര്യം കിട്ടുമ്പോൾ ചെയ്യാം എന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു ചാൻസ് കിട്ടിയത്. ഇല്ല, കോൺസ്പിറസി ഉണ്ട് 120 ഉണ്ട്. ഇല്ല, കൊലപ്പെടുത്തും അറിയാം.